നിങ്ങൾ സീറോ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക, അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ സ്കില്ല് കൂട്ടുക, എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെയിൽസിനൊരു സിസ്റ്റം ഇല്ല, ഫോളോ അപ്പ് സിസ്റ്റം ഇല്ല, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സിസ്റ്റം ഇല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സാധ്യതകൾ യൂസ് ചെയ്യുന്നില്ല, ഓൺലൈനിന്റെ സാധ്യത യൂസ് ചെയ്യുന്നില്ല. എന്നാൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങളിലേക്കാൾ ടോപ്പിലേക്ക് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ മാറാതെ നിങ്ങൾക്ക് ഇനി ഒരു ഇതുമില്ല. അപ്പൊ അതിന് ചെറിയ ചിലപ്പോൾ എന്തെങ്കിലും എക്സ്പെൻസ് വരുന്നില്ല, അതുപോലും നിങ്ങൾ മാറാൻ എന്ത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈമോ അതുപോലെ തന്നെ അതിന് വേണ്ട എക്സ്പെൻസും നിങ്ങൾ മീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് എത്താൻ പറ്റില്ല. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ സീറോ കോസ്റ്റ് അല്ലെങ്കിൽ സീറോ റുപ്പി ഓക്കെ മാർക്കറ്റിങ്ങിലേക്ക് എന്തിന് നിങ്ങൾ വരണം എന്നുള്ളതാണ്. കാരണം ഇത് നിങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ വെറുതെ ഹ്യൂജ് എക്സ്പെൻസ് കയ്യിലില്ലെങ്കിൽ അത് പറ്റില്ല. ഉള്ളവർക്കോ അത് നിങ്ങൾ വെറുതെ സ്പെൻഡ് ചെയ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾക്ക് കിട്ടുന്നത് ക്വാളിറ്റി ഇല്ലാത്ത കസ്റ്റമർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രീമിയം കസ്റ്റമറിനെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് ചെയ്യണം. അപ്പോൾ എന്താണ് സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമറിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനാണ് ഈ ZCM യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കസ്റ്റമറെ ഇങ്ങോട്ട് നിങ്ങൾ ഒരു തവണ അട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ പിന്നെ കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, കാരണം കസ്റ്റമർ ഇത് നിങ്ങളുടെ കമ്പനിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഓഫീസ്. അപ്പോൾ കസ്റ്റമർ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് കുറച്ചിട്ട് കസ്റ്റമറിനെ ഇങ്ങോട്ട് വരാൻ ഉള്ള വഴികൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അവർക്ക് നിങ്ങളെ കാണാനുള്ള വഴികൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചെറിയ ഒരു സിറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ കസ്റ്റമർ വരും അല്ലേ. അവിടെ നിന്ന് കസ്റ്റമർ വരും പല രീതിയിലും, ചിലപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും പല രീതിയിൽ വരും. പിന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്ട് വൈസ് എടുത്ത് നോക്കുക, കേരളത്തിൽ ഇപ്പോൾ എത്ര ജില്ലകളുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും അതും വരുന്നത് നിങ്ങൾ. അപ്പോൾ നിങ്ങളൊന്നും ഇവരുടെ അടുത്ത് പോയി സംസാരിക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും, ആ ലെവലിലേക്ക് മാറ്റുക. അപ്പോൾ ആലോചിക്കുക, ഇതിലൂടെയും നിങ്ങൾക്ക് കസ്റ്റമർ വരും. ഇതിനുള്ള സാധ്യതകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ ഉപയോഗിക്കാത്ത ആൾക്കാർക്കാണ് ഈ പ്രശ്നം. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതിനെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാം. കാരണം ഇപ്പോൾ നിങ്ങൾ സാധാരണ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ റഫറലായിട്ട് അല്ലേ. നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഒരു ഫുഡ് കഴിച്ച ഒരാൾ പോയി കഴിഞ്ഞാൽ, ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ മസാല ദോശ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, അപ്പോൾ അയാൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ആയിട്ട് നടക്കുക, അവിടെയും സ്ലോ ആയിരിക്കും. പക്ഷെ ഓൺലൈനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് എൻഗേജ്മെന്റും റീച്ചും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അതിന്റെ സാധ്യത യൂസ് ചെയ്യുക, ആൽഗോരിതത്തെ യൂസ് ചെയ്യുക, അങ്ങനെ സോഷ്യൽ മീഡിയന്റെ പവർ യൂസ് ചെയ്യുക. അങ്ങനെ ജയിച്ചവർക്ക് മാത്രമാണ് ഈസി ആയിട്ട്. കാരണം വർഷങ്ങളും ഒക്കെ എടുത്തിട്ട് എത്തേണ്ട പല പൊസിഷനിൽ ഈ സോഷ്യൽ മീഡിയന്റെ ഒരു പവർ കൊണ്ട് മാത്രം ഷോർട്ട് ടേമിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള എക്സാമ്പിളാണ്. ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കുറച്ച് കാലം കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് നടന്ന അവരാണ് ഇപ്പം 300 കോടി ക്ലബിലും ഒക്കെ ഇരിക്കുന്ന ആളുകൾ. 2 സിനിമ ചെയ്തപ്പോൾ തന്നെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള രീതിയിലേക്ക് എത്തി. അപ്പോൾ വലിയ വലിയ അച്ചീവ്മെന്റ്സ് കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ ഒരു ഇതിൽ കയറി വരുന്നുണ്ടെങ്കിൽ അത്ര എഫേർട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, സോഷ്യൽ മീഡിയന്റെ പവർ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മടിയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നുണ്ട് ചെയ്യുന്നത് ഒരു കാര്യമില്ല, നശിച്ചു പോകത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്പോൾ ജില്ല വിട്ട് ഇന്ത്യക്ക് ഉള്ളിൽ തന്നെ ഇപ്പൊ കേരളത്തിന് പുറത്ത്, അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ മൂവ് ചെയ്യാൻ പറ്റും. ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിന്റെ ബേസ് സെറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്ത് പോകണോ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള കൺട്രീസിൽ അമേരിക്ക, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, കാനഡ, അങ്ങനെ ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾ വിമാനം പിടിച്ചു പോകേണ്ട, ട്രെയിൻ പിടിച്ചു പോകേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എനിവേർ എനി ടൈം എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം അമേരിക്കയിൽ നിന്ന് പോലും കസ്റ്റമറിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് ഇടാം, യൂട്യൂബിൽ അല്ലെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഏത് രാജ്യത്തെ കളികൾ കാണുന്നു, ഏത് രാജ്യത്തുള്ള സംഭവങ്ങൾ നടക്കുന്നു ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇത് സത്യത്തിൽ നിങ്ങൾക്ക് കോമഡി വീഡിയോസ് കാണാൻ മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ് ഈ ഒരു ഇതിലൂടെ എങ്ങനെ കൂടുതൽ വൈഡാക്കാം. അപ്പം നിങ്ങൾ ഇത്രയും കാലം ഈ ഹണ്ടിങ് പ്രോസസ്സിൽ പോയതുകൊണ്ടാണ് നിങ്ങൾ ബിഗ് ഒരു ഇതിൽ കിടക്കുന്നത്, കുളത്തിൽ കിടക്കുന്നത്. അപ്പം അതിൽ നിന്ന് മാറണം. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇതാണ് നമ്മുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് നിങ്ങളൊരാളാണുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും കൺട്രീസിലും ഇത്രയും സംസ്ഥാനങ്ങളിലും ഇത്രയും ജില്ലകളിലും ഇത്രയും 10 കിലോമീറ്റർ 100 കിലോമീറ്റർ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, സത്യമാണ്. അവിടെ നിങ്ങൾ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്,
യൂട്യൂബ് അല്ലേ, യൂട്യൂബ് എടുക്കാം, ഗൂഗിൾ എടുക്കാം, ഇതിനൊക്കെ സാധ്യതകൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ വീട്ടിലാണെങ്കിൽ വീട്ടിലിരിക്കുക, നിങ്ങളുടെ ഹോം ഓഫീസാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് വേറെ ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വരണം. നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നില്ലെങ്കിലും ഓൺലൈനിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരണം, കോളായിട്ട് വരണം, ഗൂഗിൾ മീറ്റിലേക്ക് വരണം. ഇങ്ങനെ നിങ്ങൾ ടെക്നോളജി ഉപയോഗിക്കാൻ പഠിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സീറോ കോസ്റ്റ് ഇതിന്റെ പവർ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, എന്ത് കാര്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാവും. അത്രയും പവർഫുൾ ആണ് സീറോ ZCM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല. അപ്പൊ ഇതൊരു സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ഇതിന്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് ഒരു തവണ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആക്സിലേറ്ററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് അടിച്ച് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിച്ച് തന്നിട്ട് ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പ്രോബ്ലം എന്താണോ അതിനെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് തരാമെന്ന് മാത്രമാണ്. ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ഇവിടെ മാറ്റർ അല്ല. ഇനി നിങ്ങൾ രക്ഷപ്പെടാൻ റെഡിയാണോ? കമോൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ ZCM എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം എന്താണെന്ന് മനസ്സിലായി. കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വരാതെ നിങ്ങൾക്ക് ഒരിക്കലും എവിടെ എത്താൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ കറക്റ്റ് എങ്ങനെ, നിങ്ങളിപ്പോൾ പട്ടിയെ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി മരണം വരെ ഓടിക്കൊണ്ടിരിക്കുള്ളൂ. അതേ പറഞ്ഞത് കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഓട്ടോമേറ്റ് ചെയ്യണം അല്ലേ. ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ടെക്നോളജികൾ ഇന്ന് അവൈലബിൾ ആണ്. വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബിലൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ അറിയാത്തതുണ്ട്. അപ്പം അതിനെ യൂസ് ചെയ്യുക. അതുപോലെ കറക്റ്റ് നിങ്ങൾ സെയിൽസ് ഫണൽസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചെറിയൊരു ഫണൽ, ഞാൻ ഒരു സിമ്പിൾ ഫണൽ ഞാൻ ആക്ച്വലി യൂസ് ചെയ്യും. കാരണം അത് തന്നെ അത്ര എഫക്റ്റീവാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് എൻ്റെ കസ്റ്റമർ വരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഒരു ലിങ്ക് എന്ത് ചെയ്യുന്നു, ലിങ്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഇപ്പം മൊബൈൽ ഇതാണ് അല്ലെങ്കിൽ വിചാരിക്കാം അല്ലേ. ഇപ്പോൾ ഒരു ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എൻ്റെ കസ്റ്റമർ നേരെ വരുന്നത് എൻ്റെ വെബ്സൈറ്റിലേക്കാണ്. ഓക്കെ, വെബ്സൈറ്റിലേക്ക് വരുന്നു. ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ലാൻഡിങ് പേജ്. ഓക്കെ, ഈ ലാൻഡിങ് പേജിൽ വന്നൊരു കസ്റ്റമർ അതിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ക്ലിക്ക് ചെയ്തിട്ട് അവർ ആദ്യം വരുന്നത് ഇതൊരു ഫണലാണ് കേട്ടോ, സെയിൽസ് ഫണലാണ്, മാർക്കറ്റിംഗ് ഫണലാണ്. ഇത് ഓരോരുത്തർക്കും പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഫണലാണ്. ഈ ലാൻഡിംഗ് പേജിലേക്ക് ഒരു വന്ന കസ്റ്റമർ എന്ത് ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള കസ്റ്റമർ ആണ് എന്ന് ഫൈൻഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫോളോ അപ്പ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ ഞാൻ പല സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ അവരെന്ത് ചെയ്യുന്നു, ഒരു 99 അഡ്മിഷൻ രജിസ്ട്രേഷൻ എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുന്നു, അതിലേക്ക് വരുന്നു. അതിനുശേഷം അവർക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും അവരെന്ത് ചെയ്യുന്നു, നേരെ അടുത്ത സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് നടന്ന് നെക്സ്റ്റ് അവർ വരുന്നത് നമ്മുടെ ഗോൾഡൻ മെമ്പർഷിപ്പിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തവണ ഒരു കസ്റ്റമർ ആയത് വീണ്ടും വീണ്ടും നിങ്ങളുടെ കസ്റ്റമർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം റൺ ചെയ്യുന്നത്, എങ്ങനെയാണ് എൻ്റെ കസ്റ്റമേഴ്സിനെ ഞാൻ റീസെൽ ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ പുതിയ കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് ഞാൻ അട്രാക്ട് ചെയ്യുന്നത്, ഇതൊന്നും ഞാൻ വലിയ എഫേർട്ട് ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അവിടുത്തെ സാധ്യതകൾ യൂസ് ചെയ്യുക, അത് അറിയില്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. ഇത് എങ്ങനെ നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒരു തവണ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തോളൂ. ഇത് നേരെ എന്ത് ചെയ്യുന്നു, ഓക്കെ, അപ്പോൾ ഇതിലേക്ക് എത്തുന്നു. പിന്നീട് ഇതിൽ നിന്ന് നമ്മൾ അടുത്ത എന്ത് ചെയ്യുന്നു, DFRലേക്ക് കണക്ട് ആവുന്നു. DFR എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രീമിയം സ്കെയിലിംഗ് ഹബ്ബാണ്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഗ്രോത്ത് മോഡാണ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ നമുക്ക് എന്താ വെച്ചാൽ ക്രിയേഷൻ മോഡാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഗ്രോത്ത്, ഇവിടെ നമുക്ക് വരുന്നത് സ്കെയിലിംഗ് ആണ്. അടുത്തത് നമുക്ക് വരുന്നത് എന്താണ്, സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റം ബിൽഡ് ചെയ്യുക. ഓക്കെ, സിസ്റ്റം ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിനെ എന്ത് ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇതൊന്നുമില്ലാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെന്ത് ചെയ്യണം, ഗ്രോത്തിലേക്ക് എത്തിക്കണം. ഗ്രോത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിനെ എക്സ്പാൻഡ് ചെയ്ത് കൂടുതൽ വലുതാക്കിയിട്ട് കൂടുതൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കണം. അതിനെന്ത് ചെയ്യണം, നമ്മൾ സ്കെയിൽ ചെയ്യേണ്ടി വരും അല്ലേ. സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഫ്രീ ആവണം. പിന്നെ ഞാനില്ലാതെ തന്നെ എൻ്റെ ബിസിനസ് എങ്ങനെ റൺ ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സിസ്റ്റം സെറ്റ് ചെയ്യാം. ആ സിസ്റ്റംസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നിലനിർത്താൻ നമ്മൾ പഠിക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ബിസിനസ്സിൽ. നിങ്ങൾ ഇപ്പോഴും ഇവിടെ ഇവിടെ ഇങ്ങനെ കടന്ന് കളിച്ചു കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? ഇത് എന്താ, നിങ്ങൾ തന്നെ ഇങ്ങനെ കിടന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ മാറ്റുക, ചേഞ്ച് ആവുക. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കൂടുതൽ കസ്റ്റമേഴ്സിനെ റീസെൽ ചെയ്യുന്നത്. ഞാൻ ഒരു തവണ ഒരു കസ്റ്റമർ ആയിക്കഴിഞ്ഞാൽ അയാളെ വീണ്ടും വീണ്ടും എൻ്റെ തന്നെ കസ്റ്റമർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടെക്നിക്ക് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതിൻ്റെ താഴത്തെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ സീരിയസ് ആണെങ്കിൽ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഓടിക്കോ.
നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ചേഞ്ച് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ കസ്റ്റമർ അട്രാക്ട് ചെയ്യണം, എനിവേർ എനി ടൈം, ആ ലെവലിലേക്ക് നിങ്ങളുടെ ഒരു വർക്ക് ഫ്രീഡം വേണം. ബിസിനസ് ചെയ്യാൻ നിങ്ങൾ വന്നത് ഫ്രീഡത്തിന് വേണ്ടിയിട്ടല്ലേ, എന്നിട്ട് ഇപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ബിസിനസ്സാണ്? അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ഓട്ടോമേറ്റ് ചെയ്യണം, കറക്റ്റ് ഫണൽ സിസ്റ്റത്തിലേക്ക് വരണം, നിങ്ങളുടെ എഫേർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് സെയിൽസ് ക്ലോസ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ടും ഫണൽസും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ സെയിൽസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളത്, അതെങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എങ്കിൽ, അതിലൂടെ നിങ്ങൾക്കൊരു മാറ്റം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗോൾഡൻ മെമ്പർഷിപ്പിലാണ് നമുക്ക് നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് തയ്യാറാവുക. ഓക്കെ, സ്വയം ലോക്കാവുക. നിങ്ങൾ ആരും വന്ന് രക്ഷപ്പെടുത്താൻ തയ്യാറല്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ആക്ഷൻ. ഓക്കെ, ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുക്കാതെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്കൊന്നും നേടാൻ പറ്റുന്നില്ല, എനിക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ല, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു, ഇതിൽ വെറുതെ പരാതി നടന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ അതിനു വേണ്ടി എന്ത് ആക്ഷൻ എടുത്തു? ഇപ്പം എത്ര മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോയി, നിങ്ങൾ എന്താണ് ചെയ്ത കാര്യം തന്നെ വീണ്ടും ചെയ്തിട്ട് എനിക്ക് അത് വേണം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത സ്ട്രാറ്റജിയും നിങ്ങളുടെ ഫോർമുലയൊന്നും വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ മാറ്റി പിടിക്കാൻ തയ്യാറാവണം. ഓക്കെ, അതിന് ഓക്കെ അടുത്ത മാസം ആവട്ടെ, അപ്പോൾ എനിക്ക് കുറച്ച് ഫണ്ട് വരും, അപ്പം ഞാൻ അത് വെച്ച് ചെയ്യാം എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ, ഇത്ര വർഷം ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഒരാഴ്ച കൊണ്ടാണ് നിങ്ങൾ അത് നേടിയെടുക്കാൻ പോകുന്നത്, പറ്റൂല. അപ്പം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഗോൾഡൻ മെമ്പർഷിപ്പ് അച്ചീവ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പോൾ നിങ്ങൾ ക്രിയേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ഗ്രോത്തിലേക്ക് എത്തിക്കാനും ഗ്രോത്തിൽ നിന്ന് അടുത്തടുത്ത ലെവലിലേക്ക് നിങ്ങളുടെ സെയിൽസ് കൂട്ടി പോകാൻ പറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓൺലൈൻ ത്രൂ നിങ്ങളൊരു മിനിമം ഞാൻ പറഞ്ഞു ഓൺലൈൻ ത്രൂ ആട്ടോ, ഓഫ്ലൈൻ അല്ല, മിനിമം നിങ്ങളൊരു 1 lakh അച്ചീവ് ചെയ്യാൻ ക്വാളിഫൈഡ് ആയാൽ പിന്നെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്കത് എങ്ങനെ 2 lakh 5 lakh 10 lakh എന്നുള്ളതിലേക്ക് എങ്ങനെ എത്താം നിങ്ങൾക്ക് അറിയണം. അതാണ് നമ്മുടെ സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ സീക്രട്ട് ഞാൻ പഠിപ്പിക്കാൻ റെഡിയാണ്. അത് ഓൺലി സീരിയസ് മെമ്പേഴ്സിന് മാത്രം. ആരാണോ റെഡി ആയിട്ട് വരുന്നത്, നിങ്ങളുടെ ഐഡിയ പോക്കറ്റിലിട്ട് റെഡിയായി വരുന്നവർക്ക് ഞാൻ എന്ത് ചെയ്തു പഠിപ്പിച്ചു തരും. നിങ്ങൾക്കത് 30 daysനുള്ളിൽ തന്നെ സീരിയസ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് ചേഞ്ച് കിട്ടും. മിനിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 90 days സെറ്റ് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബിഗ് റിസൾട്ട് കാണാം. കാരണം ഒരു തവണ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇത്രയും വർഷം ഓടിയതുപോലെ ഒന്നും ഓടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സിസ്റ്റം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എവറി മന്ത് ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ലെവലിലേക്ക് നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് അധികം ദിവസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എങ്ങനെയാണ് കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മോർ സെയിൽ മോർ സെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഗ്രോത്തിലേക്ക് എങ്ങനെ എത്താം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ, ഒരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് റൈറ്റ് ടൈം. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ രജിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്കുള്ള ഒരു ലിമിറ്റഡ് സ്ലോട്ടുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ. നമുക്കിത് എന്ത് ചെയ്യും, സൂൺ ഇതിൻ്റെ സീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. പിന്നെ മാത്രമല്ല, നമ്മുടെ അടുത്ത പ്രൈസ് കൂട്ടുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അയ്യോ അന്ന് എനിക്ക് ജോയിൻ ചെയ്യാമായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഓരോ മെമ്പേഴ്സിനും നമുക്ക് നല്ല രീതിയിൽ മാറ്റം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാം റെഡി ആയിട്ട് എടുക്കാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ ഇപ്പോൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഡിസിഷൻ എടുക്കുക, ഫാസ്റ്റ് ആവുക. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം, നമുക്ക് 1-to-1 ആയിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.